എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1536 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. കാരണം നമുക്കറിയാം, ശിശുദിനം എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു ഘടകം തന്നെയാണ്. ഇതൊന്നും ഇല്ലാതെ ആരും കടന്നു പോകില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നമുക്ക് പ്രഗത്ഭരായ കുറെ അതിഥികളെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നോക്കാം, എന്തുകൊണ്ട് ഈ ശിശുദിനം ഹോമിയോപ്പതി ഇത്ര സമുചിതമായി ആഘോഷിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് മധുരിക്കുന്ന ഓർമ്മ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഹനുമാൻ എന്തുകൊണ്ട് ഹോമിയോപ്പതിയിലേക്ക് വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഹോമിയോപ്പതി മരുന്ന് മറ്റൊരു സിസ്റ്റം ഇതിലേക്ക് എത്തി എന്നുള്ളത്. അത് പറയുന്നത് വെച്ചാൽ, അദ്ദേഹം ഒരു പിതാവായ ശേഷമാണ് നല്ല സേഫായ മരുന്ന് എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ള ചിന്ത വന്നു. ശരിക്കും അതിൽ നിന്നാണ് ഈ പറഞ്ഞ ഹോമിയോപ്പതി തുടക്കം. അല്ല സിങ്കോണ ബാർക്കിലല്ല തുടങ്ങിയത്, അതിന് മുമ്പ് തുടങ്ങി എന്നുള്ളതാണ്. കാരണം ഇത്രയും കെമിക്കൽ കൊടുക്കുന്നതിനേക്കാൾ സുരക്ഷിതമായ മെഡിസിൻ. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത്, അദ്ദേഹം മെഡിസിൻ കൊടുക്കുമ്പോൾ കൺസിഡറേഷൻ ദ ഫ്യൂച്ചർ സിറ്റിസൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഹോമിയോപ്പതി കൺസിഡറേഷൻ മാത്രമല്ല, കുട്ടികളെ ഉറക്കാനായി താരാട്ട് പാടിയിട്ടുള്ള കവി കൂടിയാണ് ഡോക്ടർ സാമുൽ ഹനുമാൻ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത് ആഘോഷിക്കാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട്. നമ്മുടെ അതിഥികളെല്ലാം സ്വാഗതം ചെയ്യാൻ ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് ഐശ്വര്യ ക്ഷണിക്കുന്നു. ഐശ്വര്യ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യൂ. ഉണ്ടായിരുന്നല്ലോ ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ അല്ലല്ല, ഐശ്വര്യ വന്നിട്ടുണ്ട്. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവാൻ, ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവാൻ, ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്ദി. വളരെ ഭാവത്തോടുകൂടി ഉൾക്കൊണ്ട് പാടി. എനിക്ക് തോന്നുന്നു നമ്മുടെ IFPHന്റെ ഇത്രയും കാലത്തെ പ്രോഗ്രാം ഏറ്റവും മികച്ച ഒരു പ്രാർത്ഥനയായിരുന്നു കുമാരി ഐശ്വര്യയുടെ എന്ന് പറയേണ്ടി വരും. നമുക്ക് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഔപചാരികമായി സ്വാഗതം ചെയ്യാനായിട്ട് കുമാരി കമല പാർവതിയെ ആദരപൂർവ്വം, സ്നേഹപൂർവ്വം, വാത്സല്യപൂർവ്വം ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്കാരം, ഞാൻ കമല പാർവതി, ഡോക്ടർ ശ്രീ പാർവതിയുടെ മകളാണ്. ഇന്നത്തെ എന്റെ കർത്തവ്യം എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി മുഖ്യ അതിഥിയായ റഹാൻ നൗഫൽ ചേട്ടനെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അടുത്തതായി ഞാൻ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ വന്ന ഡോക്ടർ മനു വർഗീസ് അങ്കിളിനെ ആണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അടുത്തതായി ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ ഐശ്വര്യയെയും നന്ദി പറയാൻ വന്ന ആദിർ കൃഷ്ണനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും അങ്കിളന്മാരെയും ആന്റിമാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. വളരെ പ്രൊഫഷണൽ ആണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ. കാരണം ഇനി നമുക്കൊരു കിടിലൻ താരമാണ് വരുന്നത്. ഒരു പക്ഷേ ഭാവിയിലെ മോഹൻലാലോ ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറം പോകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ സ്ക്രീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി.
അതുകൊണ്ട് തന്നെ നമ്മുടെ യുഗ പ്രതിഭയായ ബാലനടൻ കൂടിയ താരം കൂടിയായ റഹാൻ നൗഫലിനെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു ഉദ്ഘാടനത്തിലേക്ക്. അൺമ്യൂട്ട് ചെയ്യാമോ? ഏതാണ്ട് Okay. ബഹുമാനമാണ് വീഡിയോ. കാണൂ, പറയൂ. നമസ്കാരം, നമസ്കാരം. ഞാൻ റഹാൻ നൗഫൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഹോമിയോപ്പതിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നടന്നു വരുന്ന 1536ാമത് വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിന് ആദ്യം തന്നെ ഡോക്ടർ ഭാഗ്യലക്ഷ്മി ആന്റിക്ക് നന്ദി അറിയിക്കുന്നു. മുഖ്യ പ്രതിഭാഷകനായ ഡോക്ടർ മനു വർഗീസ് അങ്കിളിനും മോഡറേറ്ററായ ഡോക്ടർ മനോജ് അങ്കിളിനും എല്ലാവർക്കും എന്റെ നമസ്കാരം. ഹോമിയോപ്പതിയെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ഹോമിയോപ്പതിയുടെ പിതാവായ ജർമ്മൻ ഡോക്ടർ ആയിരുന്ന ഹാനിമാൻ ആണെന്നറിയാം. 19ാം നൂറ്റാണ്ടിൽ ബംഗാളിന്റെ തീരത്ത് കോളറ പടർന്നു പിടിച്ചപ്പോഴാണ് ആദ്യമായി ഇന്ത്യയിൽ ഹോമിയോപ്പതി ചികിത്സ തുടങ്ങിയതെന്നും അറിയാം. ഞാനും ഹോമിയോ കഴിച്ചിട്ടുണ്ട്. വീട്ടിൽ എപ്പോഴും കാണുന്ന കാർബോവെഞ്ചും പിന്നെ ഞാൻ കുഞ്ഞിലെ കാന്താരിസും കഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടും മാത്രമാണ് എനിക്കറിയാവുന്ന ഹോമിയോ മരുന്നുകൾ. തിരിച്ചു കിട്ടാത്ത ബാല്യം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തു എന്ന് അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി. കൊച്ചു പ്രതിഭയ്ക്ക് നന്ദി. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. മാത്രമല്ല, മധുരമുള്ള പുളിയെ പറ്റി ആർക്കും മറക്കാൻ കഴിയില്ല. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ എന്ന് പാടേണ്ടി വരും. നമുക്ക് എന്തായാലും ഇനി നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ധനേഷ് ഡോക്ടർ കൊച്ചുമകളുടെ ഒരു പാട്ടാണ്, അൻവിക. നമ്മള് അഭിമന്യുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അമ്മയുടെ വയറ്റിൽ കിടന്നെല്ലാം കേട്ടു. അതുകൊണ്ട് ധനേഷ് ഡോക്ടറെ കൊച്ചുമകള് ഡോക്ടറെ മടിയിലിരുന്നെല്ലാം കേട്ട് പഠിച്ചിരിക്കുകയാണ്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യൂ. ശരി, പഠിക്കും. പടപ്പിൽ നിഴലിടും അമ്പിളിക്കാലയ്ക്കുള്ളില് കുഞ്ഞ കൊളുത്തുള്ള ചില ചെല്ലത്തിലോ ഭൂമി ചില കുഞ്ഞും ചൂടിൽ കൊഞ്ചി കളിയാ നെറ്റ് പ്രോബ്ലം ഉണ്ട് ഡോക്ടറെ. ഡോക്ടറെ ക്ലിയർ ആവുന്നില്ല, നെറ്റ് പ്രോബ്ലം ഉണ്ടേ. ഡോക്ടർ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പാടാം. ഓക്കെ. അതെ, നെറ്റിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ കുറച്ചു മുമ്പായിട്ട് അവിടെ ഇടിയും മിന്നലും ഡോക്ടർ നെറ്റ് പോയതായിട്ട് അറിയുന്നു.
ഇപ്പൊ നമുക്ക് ഈ ശിശുദിനത്തിനെ കുറിച്ച് ഈ 45 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാകും. പണ്ട് ശിശുദിന റാലിയൊക്കെ നടത്തിയൊക്കെ ഓർമ്മയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ തണുത്ത പാല് കിട്ടുമായിരുന്നു. മിൽമയുടെ ഒരു 250 ml കുപ്പിക്കകത്തായിരുന്നു ബ്രെഡും പാലും ഒക്കെ കിട്ടുമായിരുന്നു. അപ്പൊ ഇങ്ങനെ എത്താതെ പോയവരൻ ബാല്യത്തിൽ മങ്ങിയോരാന്നുകൾ കാണുന്നു ഞാനും. നമുക്ക് ഡോക്ടർ മനു വർഗീസ് ക്ഷണിക്കാം. ഡോക്ടർ മനു വർഗീസ്, കുട്ടികളുടെ ആരോഗ്യ പരിപാലനം ഹോമിയോപ്പതിയുടെ സാധ്യതകൾ. തീർച്ചയായിട്ടും ഒരു ഹോമിയോപ്പതിയുടെ ഏറ്റവും മികച്ച സാധ്യതകളുടെ ഒരു മേഖലയാണ്. അതിൽ വിദഗ്ധനായ ഡോക്ടർ മനു വർഗീസിനെ, ഒരു കുട്ടികളുടെ എല്ലാ സ്വഭാവങ്ങളും കൂടി ചേർത്ത നിഷ്കളങ്കനായ ഡോക്ടർ മനുവിനെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മനുവിന് പ്രത്യേകത ഉള്ളത്, സാധാരണ എല്ലാവരും ഈ വയനാട്ടിലോട്ട് കരഞ്ഞുകൊണ്ട് പോകും, മനു ചിരിച്ചുകൊണ്ട് പോയ ഒരാളാണ്. തിരിച്ച് കരഞ്ഞുകൊണ്ട് വന്ന ആളാണ്. വയനാടിനെ മനസ്സിൽ കൊണ്ട് കിടക്കുന്നത് വയനാട്ടിലായിരുന്നു. ഇത്രയും കാലം ചോദിച്ചു വാങ്ങിച്ച് പോയതാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ്. ഡോക്ടർ മനു, സംസാരിക്കാമോ? ഓക്കെ. നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ച മുഖ്യാതിഥി റോവാൻ നോഫലിനും അതുപോലെ പാട്ട് പാടിയതും ആയ യുവ പ്രതിഭകൾക്ക് ആദ്യം ഒരു കുട്ടികളുടെ ദിനാശംസകൾ ആദ്യം അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ മനോജിനും ഭാഗ്യലക്ഷ്മി മാഡത്തിനും ഈ മീറ്റിങ്ങിലുള്ള എൻ്റെ ഗുരുനാഥന്മാർക്കും ആദ്യം നന്ദി പറയട്ടെ. കാരണം അവരുടെ മുന്നിൽ നമ്മൾ എപ്പോഴും കൊച്ചാണ്. അങ്ങനെ നമ്മൾ പറയുന്ന ഇങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനോജ് ഡോക്ടറാണ് പറഞ്ഞത്, കുട്ടികളെ കുറിച്ച് ഒരു ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം. കുറെ നാൾ സദ്ഗമയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, പ്രോജക്റ്റിലായിട്ടാണ്. കുട്ടികളുടെ ആരോഗ്യ പരിപാലനം, കുട്ടികളുടെ പഠന വൈകല്യം, സ്വഭാവ വൈകല്യം, ഇതൊക്കെയാണ് എൻ്റെ ഒരു മുഖ്യ പ്രവർത്തന മേഖല. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വളരെ 9:30 ചിലരൊക്കെ ഉറങ്ങുന്ന സമയമായി. എങ്കിലും വളരെ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. ഒന്ന്, നമ്മൾ ആദ്യം കുട്ടികൾ നോക്കുന്നത് അവരുടെ വളർച്ചയിലെ വിഷയം കുട്ടികളുടെ ആരോഗ്യമാണല്ലോ. നമ്മൾ ആദ്യം നോക്കണം എന്താ, അവരുടെ വളർച്ച എന്താണ്, വിളർച്ച എവിടെയാണ്, അതാണ് നമ്മൾ ആദ്യം നോക്കുക. എങ്ങനെയാ മനസ്സിലാക്കുക? ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കിയിട്ടാണ്, തൂക്കം അത് നോക്കിയിട്ടാണ്. ഈ തൂക്കം ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയും. ഒരു കുട്ടി ആവശ്യത്തിന് വെയിറ്റ് ഉണ്ടായില്ലെങ്കിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തൊക്കെയാണ്? പോഷകാഹാരം കിട്ടുന്നില്ല, പോഷകാഹാരം കഴിക്കുന്നത് ദഹിക്കുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം കുട്ടികൾ നോക്കുന്നത് നമ്മൾ എങ്ങനെയാ ചെയ്യുക, അസസ് ചെയ്യുന്ന എങ്ങനെയാ? നമ്മൾ ട്രിവാൻഡ്രം ഡെവലപ്മെന്റൽ സ്കെയിൽ എന്ന സാധനം നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഡെവലപ്പ് ചെയ്ത ഒരു സാധനമാണ് TDSC എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളുടെ വളർച്ച, പല കാര്യങ്ങളുണ്ട് അതിൽ. നമ്മൾ വെയിറ്റ് മാത്രമല്ല, അവരുടെ പല റിയാക്ഷൻസ്, വളരുന്നത് എങ്ങനെയാണ്, കണ്ണു നോക്കുന്നത് എങ്ങനെയാണ്, എഴുന്നേറ്റ് നടന്നത് എങ്ങനെയാണ്, അങ്ങനെ പല ന്യൂറോളജിക്കൽ കാര്യങ്ങളും അതിന് ആക്സസ് ചെയ്യാൻ പറ്റും. ആ വളർച്ചയാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ തൂക്കത്തിന്റെ കൂടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന വേറെ കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനീമിയയാണ്, രക്തക്കുറവ്, വിളർച്ച. ഈ വിളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് 5 തൊട്ട് 9 വയസ്സിനിടയിൽ കുട്ടികൾക്ക് 40% കുട്ടികൾക്ക് വിളർച്ചയുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ കുട്ടികളെല്ലാം വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു, നല്ലതായിട്ട് കഴിക്കാൻ കിട്ടുന്നു, എന്നിട്ട് എങ്ങനെ ഈ വിളർച്ച ഉണ്ടാവുക? കേരളത്തിൽ അത് ഏറ്റവും കുറവാണ്, ത്രിപുരയിലാണ് ഏറ്റവും കൂടുതൽ. എങ്കിലും ഓരോ വർഷം കൂടുന്നതോടും നമ്മുടെ ഇന്ത്യ പുരോഗമിക്കുകയാണ്, വളരെയധികം പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, പല എക്കണോമിക് സർവേയുടെ ഇത് നോക്കുകയാണെങ്കിലും ഇന്ത്യ വളരെയധികം പുരോഗമിക്കുകയാണ്. പക്ഷെ പല കാര്യങ്ങളും ഫിസിക്കൽ ക്വാളിറ്റി അതിൻ്റെ അകത്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറയുന്നുണ്ട്. അതിലൊന്നാണ് അനീമിയ, വിളർച്ച. അപ്പൊ ഈ വിളർച്ചയുടെ കാരണങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? പല കുട്ടികളും നമ്മുടെ ഇവിടെ വന്നിട്ട് മാതാപിതാക്കൾ പറയും, കുട്ടി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഒരു ഉന്മേഷവും ഇല്ല, പെട്ടെന്ന് മറന്നു പോകുന്നു, സ്കൂളിൽ നിന്ന് വന്ന ഉടനെ കിടക്കണം, ഉറങ്ങണം, ഒന്ന് കളിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ ഒരു ഉന്മേഷത്തിനുള്ള മരുന്ന് വേണം. സത്യത്തിൽ ഉന്മേഷത്തിനുള്ള മരുന്നല്ല വേണ്ടത്. എന്താണ് പറ്റിയതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ OP-യിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് മനസ്സിലാക്കുന്നത് വളരെ എളുപ്പമാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ആ കുട്ടിയുടെ കയ്യിൽ നോക്കിയാൽ അറിയാം, കണ്ണിൽ നോക്കിയാൽ അറിയാം, നാക്കിൽ നോക്കിയാൽ അറിയാം, കുട്ടി സംസാരിക്കാൻ നോക്കിയാൽ അറിയാം. നമുക്കറിയാം എവിടെയോ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ എവിടെയാണ്? ആ കുട്ടി കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക,
നമ്മുടെ നാട്ടിൽ ഇപ്പം കുട്ടികളെ എന്താ കഴിക്കുക? ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താ കഴിക്കുക എന്നൊക്കെ? ഇതിലെല്ലാം കഴിക്കുന്ന എപ്പോഴും സ്കൂളിൽ നിന്ന് വന്നാൽ എന്താണ്? ആദ്യം ബേക്കറി സാധനമാണ് കഴിക്കാൻ തുടങ്ങുക. എന്താ ഇടയ്ക്ക് കഴിക്കേണ്ടത്? ലേസും ചിപ്സുമാണ് കഴിക്കേണ്ടത്, ബ്രെഡും. ഇങ്ങനത്തെ പല കാര്യങ്ങളോടും നമ്മുടെ കുട്ടികൾ വല്ലാതെ അഡിക്റ്റഡ് ആയി പോകുന്നു. ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് വേണ്ട സാധനം പോഷകാഹാരം കിട്ടുന്നില്ല. പക്ഷെ കുട്ടി കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. എന്നാൽ ശരിക്ക് കഴിക്കുന്നുണ്ടോ? അതില്ലതാണ്. ശരിയായ പോഷകാഹാര കുറവ് കുട്ടികളിൽ വളരെ പ്രകടമാണ്. ഇപ്പം ഈ കുട്ടികൾക്ക് ആ പേരൻസ് മാതാപിതാക്കളൊന്ന് പറയുന്നത് എന്താണ്? അവൻ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കഴിക്കുന്നില്ല. എന്താണ് കാരണം? നമ്മൾ ചോദിക്കുമ്പം അവൻ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ച് ഞാൻ എന്തെങ്കിലും ചിപ്സ് ഒക്കെ വേണമെങ്കിൽ കയറി ഇറങ്ങി തിന്നും. ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കും. പാലുകുടി പോലും നമ്മൾ വിചാരിക്കും ഒന്നും കഴിച്ചില്ലല്ലോ, എന്നാ പാല് കുടിച്ചോട്ടെ എന്നാണ് പലരും വിചാരിക്കുക. പാല് നല്ലതാണ് കുട്ടികൾക്ക്. പക്ഷെ എപ്പോഴാണ്? വിശന്നിരിക്കുമ്പോഴല്ല പാല് കൊടുക്കുക. ആ കൊച്ചിന് വിശന്നിരിക്കുമ്പോൾ പാല് കൊടുത്താൽ കഴിക്കൂല, പിന്നെ കഴിക്കൂല. ആഹാരത്തിന് ശേഷം കൊടുത്തോളൂ, രാവിലെ എഴുന്നേറ്റിക്കുമ്പോൾ കൊടുത്തോളൂ. പക്ഷെ ആഹാരത്തിന് മുമ്പ് കൊടുക്കരുത്. ആഹാരം കഴിഞ്ഞിട്ട് കൊടുക്കൂ. ആഹാരത്തിന് തൊട്ട് മുമ്പ് കൊടുത്താൽ ആഹാരം കഴിക്കില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈറ്റമിൻ, നമ്മൾ അയൺ, ഇരുമ്പിന്റെ അംശം കുറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ഈ നമ്മുടെ ആഹാര രീതികൾ തന്നെ ഉണ്ട്. നമ്മൾ ആഹാരം കഴിക്കാത്തതല്ല, ശരിയായ ആഹാരം, സമീകൃത ആഹാരം കഴിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഇപ്പോഴും കേൾക്കാറുണ്ട് എല്ലാം വൈറ്റമിൻ ഡി കുറവാണ്. കുട്ടികൾ കളിക്കുന്നുണ്ടോ? കളിക്കുന്നുണ്ട്. പുറത്തിറങ്ങുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ വൈറ്റമിൻ ഡി കുറവാണ്. എവിടെ നിന്നാണ് വൈറ്റമിൻ ഡി കുറയുന്നത്? അവിടെ എന്താണ്? ഇതില് സമീകൃത ആഹാരം കഴിച്ചാലേ കുട്ടികൾക്ക് വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തിറങ്ങി കളിച്ചാൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ ആഗിരണം ചെയ്യണമെങ്കിൽ സമീകൃത ആഹാരം കഴിക്കണം. നമ്മൾ പഠിക്കുമ്പോഴും കേൾക്കാറില്ലേ, നമ്മൾ ചോറാണെങ്കിൽ പയറ്, സീരിയൽസ് ഉണ്ടെങ്കിൽ പ്രോട്ടീൻസ്, ഇതെങ്ങനെ കവർ ചെയ്താലേ അതൊരു ബാലൻസ്ഡ് ആയിട്ടാവും. ഏറ്റവും ഓർത്തിരിക്കേണ്ട, മാതാപിതാക്കളും കുട്ടികൾ ഓർത്തിരിക്കേണ്ട സാധനം അതാണ്. ഒരു സമീകൃത ആഹാരമാണോ ഞാൻ രാവിലെ കഴിക്കുന്നത്? അതോ ചോറ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ മുട്ട മാത്രമേ കഴിക്കുന്നുള്ളൂ? ഇങ്ങനെ മാത്രം കഴിച്ചാൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല. നമ്മൾ വെയിലത്ത് പോയാൽ വൈറ്റമിൻ ഡി കിട്ടില്ല. വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യാൻ പറ്റില്ല. ആ വൈറ്റമിൻ ഡി ആഗിരണം ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക? നമ്മുടെ പല മാനസിക പ്രവർത്തനങ്ങൾക്കും മന്ദീഭവിക്കും. എല്ലുകൾക്ക് വേദന, ശരീരത്തിന് ഉന്മേഷമില്ലായ്മ, ശ്രദ്ധയില്ലായ്മ, അതെല്ലാം വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് സംഭവിക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട സമീകൃത ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അനീമിയൊക്കെ ആണെങ്കിലും രക്തവിളർച്ചയ്ക്കാണെങ്കിലും വൈറ്റമിൻ ഡി കുറവാണെങ്കിലും ഒക്കെ കാരണമുണ്ട്. അപ്പൊ നിങ്ങളത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇതുപോലെ ഏറ്റവും നമ്മുടെ കുട്ടികളിൽ വരുന്ന ഏറ്റവും ശാരീരിക പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വിട്ടുവിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്. ചുമ, ജലദോഷം, കഫക്കെട്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കും ഇത് മിക്കവാറും കുട്ടികൾ സ്കൂളിൽ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ കണ്ടാൽ അറിയാം, ഒരു മഴ പെയ്താൽ തന്നെ ഉടനെ ജലദോഷം പിടിച്ച് ഒരു പനി വന്ന് വീട്ടിലിരിപ്പാണ്. വീട്ടിൽ വന്ന വേറെ പലർക്കും അസുഖം കൊടുക്കും. എങ്ങനെയാണിത്? ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന അസുഖങ്ങളിലൊന്നാണ് കുട്ടികൾ. എങ്ങനെ നമുക്ക് പരിഹാരം? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ അസുഖം എന്നും വരുന്ന ജലദോഷം മാറണം? എന്നും ആശുപത്രിയിൽ പോയി ഒരു ആന്റിബയോട്ടിക്കോ വേറെ മരുന്നോ കഴിക്കണ്ട, അല്ലാതെ എന്താ ഒരു മാർഗം? തടയാൻ എന്താ ഒരു മാർഗം? ഇത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതിലാദ്യം സമീകൃത ആഹാരം തന്നെയാണ്. രക്തക്കുറവുണ്ടെങ്കിൽ, അനീമിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിട്ടുവിട്ട അസുഖം വരും. അലർജി ഉണ്ടെങ്കിൽ വരും. ഇങ്ങനെ പല പല ഇൻഫെക്ഷൻസ് തടയാനുള്ള നമ്മുടെ ശേഷി കുറഞ്ഞു വരും. ഇത് തടയണമെങ്കിൽ സമീകൃത ആഹാരം വേണം, വ്യായാമം വേണം, നല്ല രീതി നമ്മുടെ ജീവിതശൈലി വ്യത്യാസപ്പെടുത്തണം. അതായത് ഒരു കൈ കഴുകുന്ന രീതി, നഖം വെട്ടുന്ന കാര്യം, കൈ കഴുകിയിട്ടേ ആഹാരം കഴിക്കുള്ളൂ. എങ്ങനെയാണ് കൈ കഴുകുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നല്ലതായിട്ട് ആഹാരം കൈ കഴുകിയിട്ടേ ആഹാരം കഴിക്കാവുള്ളൂ, പുറത്തിരിക്കുന്ന ആഹാരം കഴിക്കരുത്. ഇങ്ങനെ പല ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും. കൃത്യമായി ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരാതിരിക്കാൻ, വിട്ടുവിട്ടിങ്ങനത്തെ അസുഖം വരാതിരിക്കാൻ നല്ല മരുന്ന് ഹോമിയോപ്പതി മരുന്നാണ്. തീർച്ചയായിട്ടും എത്ര കുട്ടികളാണ് മരുന്ന് കഴിച്ചിട്ട് വരാതിരിക്കുക? അസുഖങ്ങൾ അങ്ങനെ പെട്ടെന്ന് വരത്തില്ല ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ. അത് നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. ഇവിടുത്തെ ഒത്തിരി ഹോമിയോ ഡോക്ടർമാർ ഇതിനകത്തുണ്ട്, അവരുടെ കുട്ടികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇവർക്കെല്ലാം അറിയാവുന്ന ഒരു സാധനമാണ്. നമുക്ക് കൃത്യമായ മരുന്നുകളുടെ ഒരു പ്രോട്ടോകോൾ തന്നെയുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിട്ടുവിട്ട് അങ്ങനെ അസുഖം വരാറില്ല. അപ്പൊ അലർജി ആണെങ്കിൽ അലർജി മാറും, ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇൻഫെക്ഷനും മാറും. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നുള്ളത്
വയറ്റിന്റെ പ്രശ്നങ്ങളാണ്. ശാരീരിക വയറ്റിന്റെ പ്രശ്നങ്ങൾ കുറെ കുട്ടികൾക്കുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ശരിയായ രീതിയിൽ കഴിക്കത്തില്ല. ആഹാരം കഴിക്കുന്നുണ്ട്, എന്നാൽ ശരിയായ രീതിയിൽ കഴിക്കുന്നില്ല. പലർക്കും ഈ അസിഡിറ്റി എന്ന് കുട്ടികൾക്ക് നമ്മളിപ്പോ എപ്പോഴും പറയാറുണ്ട്, അസിഡിറ്റി എല്ലാം പ്രായമുള്ളവർക്കാണെന്ന്. എന്നാൽ കുട്ടികൾക്ക് അസിഡിറ്റി ഉണ്ട്. നമ്മുടെ ഹോമിയോപ്പതി മെഡിക്കൽ അസിഡിറ്റി ഓഫ് ചിൽഡ്രൻ ഒരു മെഡിസിൻ ഉണ്ടല്ലോ, റൊബീന പോലത്തെ. ഇതുപോലെ പല മരുന്നുകളും ഉണ്ട്. ഗ്രാഫൈറ്റിസ്, പെട്രോളിയം, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് മരുന്നുകൾ. ഈ കുട്ടികൾ സമയം തെറ്റി കഴിക്കുക, എന്തെങ്കിലുമൊക്കെ വരി വലിച്ചു കഴിക്കുക, ഇങ്ങനത്തെ ഒത്തിരി ബേക്കറി കഴിക്കുക, ഇങ്ങനത്തെ കഴിക്കുമ്പോഴെല്ലാം ഇവരുടെ വിശപ്പ് കൃത്യമായിട്ട് കിട്ടില്ല. വേംസിന്റെ കംപ്ലൈന്റ് കൂടുന്നുണ്ട്. ഈ പല കാര്യങ്ങൾ അതിന്റെ കൂടെ ഗേർഡിന്റെ സിംറ്റംസ് എപ്പോഴും വിട്ടുവിട്ട് ജലദോഷം ചുമയ വരുന്നതിൻ്റെ അകത്ത്, ഗേർഡിന്റെ കുറെ കാര്യങ്ങളും തൊണ്ടയടപ്പൊക്കെ വരുന്നതിൻ്റെ അകത്ത് കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് വിട്ടുവിട്ടുള്ള വയറുവേന, ശരിക്കും മലം പോകാതിരിക്കുക. നമുക്ക് അറിയല്ലേ, 2 പ്രധാനപ്പെട്ട ബാധ്യതകളാണ് അസുഖത്തിനുള്ളത്. 1 മനസ്സ്, 2 വയറ്. കുട്ടികളുടെ വയറ് ക്ലിയർ ആയി, ഏത് ആയുർവേദത്തിലാണെങ്കിൽ ഒരു വലിയ ക്രോണിക് അസുഖം ഉണ്ടെങ്കിൽ ആദ്യം അവർ ശരിയാക്കുന്നത് എന്താ? വയറ് ശരിയാക്കുക ചെയ്യുന്നത്. ശരിയായ ശോധന നടക്കണം, ശരിയായ വിശപ്പുണ്ടാവണം. ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഒരു ജനറൽ ഹെൽത്തിന് വേണ്ടി വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. കുട്ടികൾ ഒരിക്കലും മറക്കാതിരിക്കുന്ന, ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ അസുഖങ്ങളുടെ പകുതി മാറിക്കിട്ടും ശരിയായ ആഹാരം കഴിച്ചാൽ. ശരിയായ ജീവിതശൈലി നിങ്ങൾ സ്വീകരിച്ചാൽ നല്ല ആശ്വാസം കിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. റെസ്പിറേറ്ററി കംപ്ലൈൻറ്റ്സ് തടയാനുള്ള കാര്യം, ആഹാര രീതികൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, പോഷകാഹാരം നോക്കേണ്ട കാര്യം, അത് നോക്കണം. ഈ ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ല മരുന്നുകളാണ് ഹോമിയോപ്പതിയിലുള്ളത്. കുട്ടികളുടെ മാത്രമല്ല, പ്രായമുള്ളവരുടെയും. ഇനി പലരും ഈ ഒത്തിരി ആന്റാസിഡ് ഒക്കെ കഴിച്ച് എത്ര കഴിച്ചാലും ഗ്യാസ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ എത്ര പേരാണ് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് വളരെ ആശ്വാസം കിട്ടുക. കാരണം ഈ ഒരു പല മരുന്നുകൾ കഴിച്ചിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് പോലും, ഇപ്പം ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും വിശപ്പില്ല എന്ന് പറഞ്ഞു വെക്കാറില്ലേ, അവരുടെ ആ മരുന്ന് കഴിച്ചു, അത് അസുഖം പോയി, ഞാൻ ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചു, പിന്നെ ശേഷം കുട്ടികളൊന്നും കഴിക്കുന്നില്ല. ഇങ്ങനെ എത്രയോ പേര് ഇവിടെ ഒത്തിരി ഹോമിയോ ഡോക്ടർമാരുണ്ട്, അവർക്കെല്ലാം ആ അനുഭവം കിട്ടുന്നുണ്ടാവും. വളരെയധികം ആ വിശപ്പ് ഉണ്ടാക്കാൻ, വിശപ്പ് എങ്ങനെ ഉണ്ടാവുന്നത്? ചുമ്മാ ഉണ്ടാവുന്നതല്ല, അസിഡിറ്റി മാത്രം ഉണ്ടാക്കുന്നതല്ല. അത് നമുക്ക് ആ ഒരു വിശപ്പിന്റെ ഒരു സെന്റർ തന്നെയുണ്ട് ബ്രെയിനിൽ. ഇതിലെല്ലാം മരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെയാണ് നമുക്ക് നല്ലൊരു വിശപ്പുണ്ടാവുകയും നമ്മുടെ ഒരു ആരോഗ്യം മെച്ചമാവുകയും ചെയ്യുന്നത്. പിന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രശ്നം, നാഡീവ്യൂഹ സംബന്ധമായ അസുഖങ്ങളാണ്. നാഡീവ്യൂഹ സംബന്ധങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒത്തിരി ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് നമുക്ക് കുട്ടികളിലുണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമുക്ക് ചില ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് അറിയാം, സെറിബ്രൽ പാൾസി ഉള്ളവരെയും. എന്നാൽ നമ്മളിപ്പം കാണുന്ന കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഭയങ്കര പേടി, വെപ്രാളം. ഞങ്ങളിപ്പോൾ കാണുന്ന സ്കൂളുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചെറിയ കാര്യങ്ങൾക്ക് അമിതമായ പേടി. മനു ഡോക്ടർ ഒരു മിനിറ്റ്, നമ്മുടെ ചീഫ് ഗസ്റ്റിന് പോകേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ പറയുന്നു? ഒരു പാട്ട് പാടിയിട്ട് വയ്ക്കോ? സകലകലാ വല്ലഭനല്ലേ? അൺമ്യൂട്ട് ചെയ്യൂ. നേരത്തെ ഒരാള് ഒരു പാട്ട് പാടുന്ന കേട്ടായിരുന്നു, നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം പാടാൻ പറ്റാത്തൊരു പാട്ട്. അത് മാത്രമേ എനിക്ക് അറിയാവൂ. പിന്നെ കുറച്ച് പാട്ടൊക്കെ അറിയാം, പക്ഷെ അതത്ര വ്യക്തമല്ല. പക്ഷെ ഇത് ഞാൻ പാടാം. അങ്ങ് വാനക്കോണിലെ മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരത്തിലെ നീർപ്പറപ്പിൻ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമ കുഞ്ഞനോ, ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരകൊളുത്തുള്ളൊരാ ചേലക്കും വെറ്റില ചെല്ലത്തിനോ, ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ,
തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉം 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 ഉറങ്ങ് 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 ഉറങ്ങ്. ഓക്കെ, അപ്പോ നമ്മുടെ IFPHന്റെ 5000 ദിവസത്തും മിക്കവാറും റഹാൻ നൗഫൽ ഒരു സൂപ്പർ താരമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ അന്നും IFPHന്റെ സൂം ഉണ്ടാവും, ആരെങ്കിലും ഒക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വരുന്ന അടുത്ത പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ എന്താ ഷൂട്ടിംഗ് പറഞ്ഞത്, ഏതിനാ പോകുന്നത്? ഇപ്പോ ഞാൻ മാളികപ്പുറത്തിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ, അപ്പൊ അതാണ് നാളെ ഷൂട്ടിംഗ് ഉള്ളത്. പിന്നെ കുറച്ച് മൂവീസ് വന്ന് കിടപ്പുണ്ട്. ആ, പിന്നെ സീരിയൽസ് കുറച്ച് ഒരു സീരിയൽ ഏതോ ജാനുവരി ഫെബ്രുവരി ആകുമ്പോ ഷൂട്ട് തുടങ്ങും. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ആഡ് ഷൂട്ട് ചെയ്തായിരുന്നു ഞാൻ. ഓ, ഏതാണ്? ആഡ് ഷൂട്ട്. ഓ, അത് ശരി. അപ്പം സകലകലാ വല്ലഭം വെറുതെ അല്ല. അപ്പൊ ഞാനത് കണ്ടു. ശരിക്കും അല്ല പറഞ്ഞാൽ ഏതൊക്കെയാ ചെയ്തിട്ടുള്ളത് മോനെ? ഞാൻ ശ്യാമാംബരം ചെയ്തിട്ടുണ്ട്, പിന്നെ കന്യാദാനം ചെയ്തിട്ടുണ്ട്. സീരിയൽ അല്ലേ? ആ, ഇപ്പൊ മാളികപ്പുറം ചെയ്തോണ്ടിരിക്കുന്നു. ഓ, ഫിലിം ഫിലിം ഒന്നും ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് രാവിലെ പോകേണ്ടതുള്ളതുകൊണ്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. എന്താണ്? നെക്സ്റ്റ് വീക്ക് ഫിലിമിന്റെ ഒരു പൂജ ഉണ്ട്. ഓ, ശരി. മനോജ് ഡോക്ടർ പറഞ്ഞത് യാഥാർത്ഥ്യമാവും. അതെ, 5000 നമ്മുടെ 5000 ഉൾക്കാണ്ടിന് താരമായിട്ട് വരിക. നമ്മൾ സമയം തന്നിരിക്കുന്നു. ഓക്കെ, എന്തായാലും പങ്കെടുത്തുള്ള സന്തോഷം. അതുപോലെ കൊണ്ടുവന്ന ഭാഗ്യലക്ഷ്മി ഡോക്ടറും പ്രത്യേകം നന്ദി. നമ്മുടെ ഇതിലെ കൊച്ചു കലാകാരന്മാരുണ്ട്. മനു ഡോക്ടറുടെ പ്രഭാഷണം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ രംഗമാണ്. ദയവായിട്ട് പാട്ട് പാടാൻ തയ്യാറാവുക. നൗഫലിന് ഇരിക്കാൻ കഴിയുമെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ പോകണമെങ്കിൽ പൊയ്ക്കോളൂ. എന്തായാലും സന്തോഷം. എനിക്ക് നാളെ ഷൂട്ട് ഉണ്ട്, അതുകൊണ്ട്. ഓക്കെ, ശരി. ഓക്കെ, ശരി. താങ്ക് യു. ഡോക്ടർ മനു കണ്ടിന്യൂ ചെയ്യാമോ? ഡോക്ടർ മനു വർഗീസ്. ഓക്കെ, നമ്മുടെ കുട്ടികളിൽ ഇപ്പം നൗഫൽ വളരെ വളരെ ധൈര്യത്തോടു കൂടി പ്രസന്റ് ചെയ്തില്ലേ? എന്നാൽ ചില കുട്ടികൾക്ക് ഇപ്പം കുട്ടികളല്ല, നമ്മളിപ്പം ഞാൻ മെനഞ്ഞാന്ന് ഒരു ഡോക്ടർമാരുടെ ക്ലാസ് എടുത്തു. അവര് വന്ന് ഫ്രണ്ടിൽ വന്ന് ക്ലാസ് എടുക്കാൻ പറയുമ്പോഴത്തേക്ക് പലർക്കും പേടി. അവർക്കറിയാം നിർബന്ധിച്ച് വന്ന് നിർത്തിയാൽ അവർ പറയും. നമുക്ക് ബാക്കിൽ നിന്ന് എത്ര വേണേലും പറയാം, ഫ്രണ്ടിൽ വന്ന് പറയാൻ പേടി. എന്തുകൊണ്ടാണ് ഈ പേടി? ഈ പേടിയുടെ കാരണം എവിടെ നിന്നാ തുടങ്ങുന്ന അറിയാവോ? ഈ കുട്ടിക്കാലത്ത് ഇവരുടെ മനസ്സിൽ ഒരു ഡീഫോൾട്ട് മെസ്സേജ് കിടക്കുകയാണ്. അവരെന്തെങ്കിലും പറയുമ്പോൾ മുതിർന്നവർ പറയും, അങ്ങനെ പറയണ്ട, നീ അങ്ങനെ ഒത്തിരി പറയൊന്നും വേണ്ട, ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഒത്തിരി പറയണ്ട, നീ വലിയ ആള് കളിക്കണ്ട. ഈ കുട്ടികൾ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് മാതാപിതാക്കൾ ഇങ്ങനെ, അല്ലെങ്കിൽ അപ്പുറത്തുള്ളൊരു നീ നിനക്ക് ഇച്ചിരി ഇത് കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇവരുടെ മനസ്സിൽ കിടക്കുന്ന എന്താ അറിയോ? ഈ 4 പേര് ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഇതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. ഈ ഡീഫോൾട്ട് മെസ്സേജ് കിടക്കുന്നത് പ്രായമായി ഇയാളുടെ ഡോക്ടർ ആയാലും ബാക്കിൽ ഇരുന്ന് പറയുന്നതല്ല, ഫ്രണ്ടിൽ വന്ന് പറയണമെങ്കിൽ ഒത്തിരി പ്രയാസമാണ്. ഈ ഡീഫോൾട്ട് മെസ്സേജ് എത്ര ദോഷം ചെയ്യുന്നറിയോ നമ്മുടെ കുട്ടികൾക്ക്? അത് നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. നമുക്കത് കണ്ടുപിടിക്കണം. കാരണം നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒത്തിരി പേര് കൂവും, ഫ്രണ്ടിൽ ഒന്ന് കൂവാൻ പറഞ്ഞാലോ അവൻ കൂവത്ത് പോയിട്ട് ശബ്ദം പോലും വരത്തില്ല. ഈ ഒരു പേടി, എല്ലാത്തിനും ഇതുപോലത്തെ പേടികൾ, ഇങ്ങനെ കുറെ ഡിഫോൾട്ട് മെസ്സേജ് ബ്രെയിനിൽ അവരുടെ കുട്ടികളായിരിക്കുമ്പോൾ കിടക്കുന്ന കുറേയധികം പ്രയാസങ്ങളും ടെൻഷൻസും ഒക്കെയാണ് കിടക്കുന്നത്. ഇത് നമ്മളേക്ക് നോക്കുമ്പോൾ ഈ ആന്റിസിപ്പേഷൻ ബിഫോർ എൻഗേജ്മെന്റ്, ജെൽസീമിയം, ലൈക്കോപോഡിയം, സൈലീഷ്യം, മെഡോറിനും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കൂടെ അവൻ ചോദിക്കണം. ഈ ബാക്കിലോട്ട് ഹിസ്റ്ററി ചോദിച്ചിട്ട് ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റണം. അവന് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഈ കാര്യങ്ങൾ ഓർത്ത് ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ വ്യത്യാസം വരുത്താൻ പറ്റും. ഈ കാര്യങ്ങൾ, പല കാര്യങ്ങളോട് പേടിയാണ്. ചില കാര്യങ്ങൾ അമിതമായ പേടി, ചില കാര്യം വെപ്രാളം, ഈ ആങ്സൈറ്റി ഡിസോർഡർ കുറെ കുട്ടികളിലുണ്ട് ഇപ്പോഴും. കോവിഡ് വന്ന ശേഷം ഒത്തിരി കൂടിയിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹോമിയോപ്പതി പറ്റും. ഇതുപോലെ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ സദ്യമേൽ ഇഷ്ടംപോലെ കേസ് വരുന്ന കേസുകളാണ്.
ഇപ്പൊ തന്നെ അത് സാധാരണ 100 പേരുണ്ടെങ്കിൽ 10 പേര് 9 തൊട്ട് 11% വരെ ഉള്ള ഒരു അസുഖമാണ്. അസുഖം എന്ന് പറയാൻ പറ്റില്ല, അവസ്ഥ ആണ് ADHD എന്ന് പറയുന്നത്. എന്നാൽ ഒരു അസുഖമല്ല അത്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, ഇമ്പൾസിവിറ്റി ഉണ്ട്, എടുത്തുചാട്ടം ഉണ്ട്, ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് വയലന്റ് ആവുക, അമിത ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റാതെ ശ്രദ്ധിക്കാതിരിക്കുക. ടീച്ചറിനൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുറച്ചു നേരം കേൾക്കും, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും കേട്ടോണ്ടിരിക്കും, വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും, അടുത്തയാളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവൻ എന്തെങ്കിലും അവൻ്റെ വേറെ കാര്യം ചെയ്തോണ്ടിരിക്കും. ഇതാണ് ADHD-കാരുടെ മിക്കവാറും ലക്ഷണങ്ങൾ. ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഒരു അവസ്ഥ പ്രശ്നം നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവർക്കല്ല, ചിലർക്ക് നല്ല പോസിറ്റീവ് സൈഡ് ഉണ്ട്, അത് ഇവർക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു സാധനം ഇത് ചെയ്യുക അത് ചെയ്യുക. ചിലപ്പോൾ പ്രശ്നം എന്താ, ഇച്ചിരി കൂടുകയാണെങ്കിൽ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് കുഴപ്പം. അതിന് ക്ലാസ്സിൽ കുറച്ച് കേൾക്കും, നോട്ട്സ് കുറച്ച് എഴുതും, ഒരു കാര്യങ്ങൾ എല്ലാം പകുതി ഇട്ടിട്ട് അങ്ങ് പോകും. കഴിക്കുകയാണെങ്കിൽ കുറച്ചു നേരം കഴിച്ചിട്ട് അവൻ എഴുന്നേറ്റ് അങ്ങ് ഓടും, കുറച്ചു നേരം ഇവിടെ ഇരിക്കും, കുറച്ചു നേരം മേളിരിക്കും. ഇങ്ങനെ പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പല പല സ്വഭാവ പ്രശ്നങ്ങൾ കൂടാതെ ഈ 3 കാര്യങ്ങൾ കൂടെ ഉണ്ടാവും. ഈ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ഓർഗനോളിൽ മെന്റൽ ഡിസീസസ് പഠിക്കുമ്പോഴത്തേക്ക് അവരുടെ ആ പിക്ചേഴ്സ് എല്ലാം പറയുന്നത് ശരിക്കും നമ്മൾ ADHD കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞാൽ അതിന്റെ വരുന്ന ബെലഡോണ, ഹയോസ്റ്റാമസ്, സ്ട്രമോണിയം, മെർക്സോൾ, ഇതൊക്കെ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കുന്ന മെഡിസിൻസ് ആണ്. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഈ സദ്ഗമയ ക്ലിനിക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇവരുടെ എല്ലാം ഒരു താൽക്കാലികമായ ഒരു ആക്ഷൻ കുറയുകയും ചെയ്യും. എല്ലാം റെസ്പെറഡോണോ ഇങ്ങനത്തെ ആ ഒരു മെഡിസിൻ കൊടുത്ത് കുറയുമ്പോൾ വല്ലാതെ ഡള്ളായിരിക്കുന്ന കുട്ടിയെക്കാട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട്, ഒരു പക്ഷെ അത്ര പെട്ടെന്ന് ഇന്ന് കഴിച്ച നാളെ കുറഞ്ഞില്ല എങ്കിലും അത് അവർക്ക് കുറയുന്ന മനസ്സിലാവും. ഇത് ഇന്നത്തെ കഴിഞ്ഞ ആഴ്ച പോലെ അല്ല കുട്ടി പെരുമാറുന്നത്. കംപ്ലീറ്റ്ലി ഇങ്ങനെ സൈലന്റ് ആയിരിക്കത്തൊന്നുമില്ല നമ്മുടെ മരുന്ന് കഴിച്ചാൽ. അപ്പോഴും ഇച്ചിരി ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവും, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു 3 to 6 months ഇടയിൽ നല്ലതായിട്ട് ADHD-ക്കകത്തൊക്കെ നല്ല വ്യത്യാസം വരുത്താൻ പറ്റും. നമ്മൾ ട്രിവാൻഡ്രത്ത് അത് നമ്മൾ പഠിച്ചു. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, സ്ട്രെസ്ഫുൾ മദേഴ്സ് പ്രഗ്നൻസി സമയത്തുള്ള ഉള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. നമ്മൾ ഇവിടെ ട്രിവാൻഡ്രം നടത്തിയ ഒരു പഠനത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് സിവിയർ ആയിട്ട് ADHD കുട്ടികളുടെ എല്ലാ പേരൻസിന്റെ 50% മദേഴ്സ് അവരുടെ പ്രഗ്നൻസി പീരീഡിൽ സ്ട്രെസ് അനുഭവിച്ചവരാണ്. ഈ സ്ട്രെസ്സും ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അവർ സ്ട്രെസ് തരുമെങ്കിൽ അവർക്ക് നമ്മൾ ഒരു ഗർഭിണി ഒരു ഭ്രൂണത്തിലിരിക്കുമ്പോൾ സമൂഹം സ്ട്രെസ് ഒത്തിരി കൊടുത്തിട്ടുണ്ടാവും എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ഈ സ്ട്രെസ് അങ്ങോട്ട് കൊടുത്തത് അവർ ഇങ്ങോട്ട് തരുന്നെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ADHD-യുടെ കാര്യത്തിൽ. ഇതുപോലെയാണ് ചില കാര്യങ്ങൾ. പഠന വൈകല്യം, ഞാൻ പഠിക്കാൻ നമുക്ക് നല്ല ബുദ്ധിയുണ്ട്. ഇപ്പം ഇത് വളരെ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് 8ാം ക്ലാസ്സിലൊക്കെ 9ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ വരാറുണ്ട്. അവര് സ്കൂൾ മാറി, സിലബസ് മാറി, ട്യൂഷൻ സാറിനെ മാറി, എല്ലാം മാറി, അടി കൊടുത്തു, ഇമ്പോസിഷൻ കൊടുത്തു, എന്നിട്ടും ഇവൻ ബാക്കി എല്ലാ കാര്യത്തിലും മിടുക്കനാ. പക്ഷെ ചില കാര്യങ്ങൾ വായിക്കാൻ പറഞ്ഞാൽ വായിക്കാൻ വലിയ ബുദ്ധിമുട്ട്, എഴുതാനാണെങ്കിൽ അത് കംപ്ലീറ്റ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഇല്ല, ചിലർക്ക് ചിലത് മാത്രമേ ഉള്ളൂ, ചിലർക്ക് എല്ലാം കൂടെ ഉണ്ടാവും. ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം ഇവരൊത്തിരി അടി കിട്ടിയിട്ടുണ്ടാവും. ഇവരങ്ങ് ജീവിതം മടുത്തു പോയി കാണും. സ്കൂളിൽ നിന്ന് എങ്ങനെയും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടാവും. കാരണം അവൻ ചെയ്യാൻ പറ്റുന്നില്ല, എത്ര ചെയ്തിട്ടും പറ്റുന്നില്ല. അപ്പോൾ അവര് പറയും, ഞാൻ എന്തേലും ചെയ്തു തരാം, നിങ്ങളെ അടുക്കളയിൽ സഹായിച്ചു തരാം. പെൺകുട്ടികൾ പറയാം, ഞാൻ അടുക്കളയിൽ സഹായിച്ചു തരാം. ആൺകുട്ടികൾ അടുക്കളയിൽ സഹായിക്കും, അച്ഛനെ മൺവെട്ടി എല്ലാം വെട്ടി കൊടുക്കും. പഠിക്കാൻ പറയാതിരുന്നൂടെ? പേരൻസ് എന്ത് ചെയ്യും? പഠിക്കാതിരിക്കാൻ പറയാൻ പറ്റുമോ? അവര് പറയും, സ്കൂൾ മാറ്റും. ഇവൻ ഓരോ ദിവസവും സ്കൂളിൽ പോകുന്ന ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വേറെയാണ്. ഇതിനകത്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ കുട്ടികൾക്ക് ഇവർ റെമഡിയൽ ടീച്ചിങ് ആണ് ഇവിടെ ആകെപ്പാടെ കൊടുക്കുന്ന ഒരേ ഒരു സാധനം. പുറത്തുള്ള സ്ഥലങ്ങളിൽ നല്ലൊരു വേറെ ടീച്ചറെ വെച്ചിട്ട്, സ്പെഷ്യൽ ടീച്ചറെ വെച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുക. ഒരു ടീച്ചർക്ക് ഒരു മണിക്കൂർ പഠിപ്പിക്കുന്ന 750 രൂപയാവും. എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? എത്ര പേരൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റും? അത് ഒരു ദിവസം കൊടുത്താൽ പോരാ, റെഗുലർ ആയിട്ട് എത്ര നാള് കൊടുക്കണം? അപ്പോഴും നമ്മുടെ ഈ ഒന്നും പറ്റിയില്ലെങ്കിൽ എന്നാ പിന്നെ ഹോമിയോപ്പതി പോകാം എന്ന് പറയുന്ന കുറെ പേരുണ്ടാവും. അങ്ങനെ വരുന്നതാണ് പലരും. ചിലവരൊക്കെ ഒരു 3ാം ക്ലാസ്സിൽ ഇപ്പോഴും കുറച്ച് അവബോധമൊക്കെ വന്നിട്ട് BRC-യിലും ഇതൊക്കെ നമ്മൾ കുറെ അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പല കുട്ടികളുടെയും പേരൻസ് വന്ന് പറയും, സാറേ അവനെല്ലാം നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ അവൻ എഴുതത്തില്ല, അവൻ ഉഴപ്പനാ. ഈ ഉഴപ്പൻ എന്നുള്ള ബ്രാൻഡിങ് കിട്ടിയിട്ടാണ് ഈ കുട്ടികൾ വരുന്നത്. എത്ര നാൾ കേൾക്കണം? ഒരു 5 or 6 വർഷം എല്ലാ ദിവസവും ഉഴപ്പനാണ്,
നീ ഭയങ്കര ഉഴപ്പനാന്ന് കേട്ട് 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 മടുത്ത് വരുന്ന കുട്ടികളുണ്ട്. അവരുടെ മനസ്സേ തകർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹോമിയോപ്പതി അഡോപ്റ്റ് ചെയ്യാണ്. കാരണം അത്രയും നല്ല ഒരു ചികിത്സ ഇവർക്ക് കൊടുക്കാനില്ല. ഞാൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും കുട്ടികൾ പാടാനും ഒക്കെ ഉണ്ട്. സമയം താമസിക്കുന്നു. മനോജ് ഡോക്ടർ ടെൻഷനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇല്ല, ഒരിക്കലും ഞാൻ നമ്മുടെ 10:30 ഇല്ല. വരെയാണ് സമയം. അത് ഇനിയിപ്പോ ഓക്കെ ഫോർമലായിട്ട് പാട്ട് ആരെങ്കിലും റെക്കോർഡ് ആണെങ്കിൽ പാടാം, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ഓക്കെ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓട്ടിസം. വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു പാട്ട് പോയിട്ട് തിരിച്ചു വരാം. അല്ല, ഞാൻ തീർത്തോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ എന്റെ ഒരു ഫ്ലോ അങ്ങ് പോകും. മനസ്സിലായി. ഓക്കെ. അതുപോലെ നമുക്ക് ഈ പഠന വൈകല്യത്തിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില മരുന്നുകൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. അതിനകത്ത് ഏറ്റവും നമുക്ക് ലൈക്കോപോഡിയം, ലാക്കസ്, തൂജ, അങ്ങനത്തെ കുറെ മരുന്നുകൾ നമ്മൾ ആന്റിസോറിക് നമ്മൾ പറയുന്ന വലുതും ആന്റിസോറിക് ആന്റിസൈക്കോട്ടിക് മരുന്നുകൾ എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പല മരുന്നുകളിൽ ചിലതൊക്കെ നമ്മുടെ ബ്രെയിനിലോട്ട് സർക്കുലേഷൻ കൂട്ടുന്ന മരുന്നുകളാണ്. ഇങ്ങനെ ചില കാര്യങ്ങളിൽ വളരെ നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് കിട്ടാറുണ്ട്. നമ്മൾ ആ ഒരു ഏരിയ ഓഫ് സയൻസ്. പക്ഷെ നമുക്ക് പലപ്പോഴും റിസർച്ച് കൊണ്ടെത്തിക്കുമ്പോഴത്തേക്ക് സ്പെഷ്യൽ ടീച്ചറിന്റെ ഒരു സഹായം കൂടെ ഇല്ലാതെ നമുക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം രണ്ടും കൂടെ വെച്ചിട്ടാണ് സദ്ഗമയിൽ എപ്പോഴും വർക്ക് ചെയ്യാറുള്ളത്. അപ്പം അതൊരു വളരെ നല്ല അതൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ നടത്തേണ്ടതാണ് തീർച്ചയായിട്ടും. ഇത് നമ്മുടെ മെഡിസിനും മറ്റത് മാത്രമായിട്ട് എങ്ങനെയാണ് നടത്തേണ്ടതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തേണ്ടതാണ്. എനിക്ക് കോട്ടയം NHRIMHൽ അവർ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലയിടത്തും ഒരു നമ്മുടെ ഡിസ്ലെക്സിയ സ്ക്രീനിങ് ടെസ്റ്റ് വെച്ചിട്ട് ഒരു തീസിസ് ഞാൻ ഇടയ്ക്ക് വായിച്ചിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രം കോളേജിലെ ഒരു PG സ്റ്റുഡന്റ് ചെയ്തൊരു സാധനമാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇത് നടക്കുന്നുണ്ട്, റിസർച്ചുകൾ നടക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. ഇതിനകത്ത് നമുക്ക് വളരെയധികം സ്കോപ്പുള്ള സാധനമാണ്. കുട്ടികൾക്ക് അങ്ങനെ ഏതെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വളരെ തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ എടുക്കണം ആ കാര്യത്തിനകത്ത്. പിന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും ഇവിടെ കിട്ടുന്ന ഇപ്പം അതിന്റെ ഒരു ഇൻസിഡൻസ് കൂടി വരികയാണ്. റീസൺസ് നമുക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഓട്ടിസം പോലത്തെ കാര്യങ്ങൾ കൂടി വരികയാണ്. കുട്ടികൾക്ക് വിനിമയം നടത്താൻ പറ്റുന്നില്ല, ശരിയായ ആശയവിനിമയം നടത്താൻ പറ്റുന്നില്ല എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യമായിട്ട് സംസാരിച്ചു വരുന്ന കുട്ടികൾ ചിലപ്പോൾ ബാക്കിലോട്ട് പോകും. റിഗ്രഷൻ എന്ന് നമ്മൾ പറയുന്ന ആ കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളിൽ ശരിക്കും ആശയവിനിമയം നടത്താൻ പറ്റാതെ, കണ്ണിൽ നോക്കാൻ പറ്റാതെ, ചില കാര്യങ്ങളിൽ മാത്രം അമിതമായ പ്രതികരണം അല്ലെങ്കിൽ തീരെ പ്രതികരണമില്ല. നമ്മൾ പേര് വിളിച്ചാൽ പ്രതികരിക്കത്തില്ല. പക്ഷെ ചില ശബ്ദങ്ങൾ കേട്ടാൽ ഭയങ്കര പ്രതികരണം, ചില പാട്ട് കേട്ടാലോ അതിനനുസരിച്ച് തുള്ളുകയും ചെയ്യും. അപ്പൊ ഈ കൃത്യമല്ലാത്ത പ്രതികരണങ്ങൾ ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ആശയവിനിമയം നടത്താൻ പറ്റാത്ത ചില ചിന്താഗതികൾ ഫിക്സഡ് ആയിട്ട് കാണും. ചില കാര്യങ്ങളിലോട്ട് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഹോളിസ്റ്റിക് ആയി കാണാതെ വളരെ മൈക്രോ ലെവലിൽ കാണാൻ ശ്രമിക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. ഇത് വരുമ്പോൾ പേരൻസ് ശരിക്കും വിഷമിച്ചു പോകും. പിന്നെ ഇവർക്ക് ബുദ്ധിമാന്യം ഒന്നുമില്ല. ചിലവർക്ക് ബുദ്ധിമാന്യം ഉണ്ടാവാം, എന്തിനും കൂടെ വരാം. പക്ഷെ പേരൻസ് ഇത് എങ്ങനെ ഡീൽ ചെയ്യാൻ അറിഞ്ഞൂടാ. കാരണം കമ്മ്യൂണിക്കേഷൻ പറ്റുന്നില്ലല്ലോ. എന്താണ് ആ കുട്ടിയെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, എന്താണ് കുട്ടിയെ വിഷമിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ കുട്ടിക്ക് അത് പറയാനും പറ്റുന്നില്ല. നമ്മുടെ മനസ്സിലൊരു സാധനമുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഒരു ദിവസമല്ല, കുറെ വർഷങ്ങൾ പറയാൻ പറ്റാതെ ആയാൽ എന്തുള്ള കണ്ടീഷൻ ആലോചിച്ച് നോക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ഭാഷ നമുക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ഒരു കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്നത്. വെർബൽ ആയിട്ട് മനസ്സിലാക്കാം, നോൺ വെർബൽ ആയിട്ട് മനസ്സിലാക്കാം. ഇത് രണ്ടും മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിൽ നിറച്ച ആശയമുണ്ട്, പറയണതുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. മറ്റേ ആളോട് പറയാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ. ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്ക് പ്രായമായിട്ട് നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ദിവസം ഈ ഏകാന്ത തടവ് എന്ന് പറഞ്ഞ പോലെ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പുറത്തിങ്ങനെ ഈ സിനിമ ഒരു മതിലുകൾ സിനിമയിലെ പോലെ തട്ടി ഇരിക്കുകയാണ് മാത്രമേ പറ്റുള്ളൂ. എന്താ കുറേയധികം ഫ്രസ്ട്രേഷനാണ്. ആരെങ്കിലും ആളെ നമ്മളെ മനസ്സിലാക്കണം എന്നുള്ള കാര്യം ഉണ്ടാവില്ല. അതാണ് ഓട്ടിസം കുട്ടികളുടെ പ്രയാസങ്ങൾ. ഇതിനകത്ത് എത്രയോ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് മൈൽഡും മോഡറേറ്റും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവരുടെ പല ബിഹേവിയേഴ്സിനകത്ത് ഒരു മോഡ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഇതിനകത്ത് റിസർച്ച് കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഓട്ടിസം. ഇതുപോലെ പല ഓരോ ബിഹേവിയർ കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. അതുപോലെയാണ് കുട്ടികളിലെ, ഞാൻ പറയാൻ വിട്ടുപോയത്, കുട്ടികളിലെ തൈറോയിഡിന്റെ കാര്യങ്ങൾ. നമുക്കിപ്പം അറിയാം, നമ്മളൊരു അയഡൈസ്ഡ് ഉപ്പായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞിരുന്നത് അയഡൈസ്ഡ് ഉപ്പ് കഴിച്ചാൽ ഇവിടുത്തെ അയഡിൻ തൈറോയിഡിന്റെ കുഴപ്പങ്ങളെല്ലാം ശരിയാകും. ആകപ്പാടെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ, വയനാട്, ഇടുക്കി പോലത്തെ ഹിൽ ട്രാക്ട് ഏരിയയിൽ മീൻ ശരിക്കും കിട്ടുന്നില്ല. എന്നാൽ അവിടെ അയഡിൻ കൊടുക്കാൻ ഒരു മാർഗ്ഗമില്ല. ആദ്യം അവിടെ അയഡൈസ്ഡ് ഉപ്പ് കൊടുത്തു നോക്കി, ആൾക്കാർ താഴെ വന്ന്
സാധാരണ ഉപ്പ് വാങ്ങിക്കാം, അതുകൊണ്ട് നമുക്ക് കേരളത്തിലെ മൊത്തം, ഇന്ത്യ മൊത്തം അയഡൈസ് ആക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയ സംഭവമാണ് അയഡൈസ്ഡ് ഉപ്പ്. ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് അതിനെ തെളിയിക്കാനുള്ള ലിങ്ക് ഇല്ല, ഇമ്പെരിക്കൽ ആയിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതായത് ഇത് നമുക്കിപ്പം ഡെഫിഷ്യൻസി തൈറോയിഡ്, ഗോയിറ്റർ അല്ല, എല്ലാം ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡിറ്റേസ് വന്നിട്ട് ഗോയിറ്റർ വരികയാണ്. അത് കുട്ടികളിൽ വളരെ 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 കാണുന്നുണ്ടല്ലോ. നമുക്കിപ്പം കുട്ടികളിൽ വരെ തൈറോയിഡിന്റെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇതിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അത് പലതും ഓട്ടോ ഇമ്മ്യൂൺ ആണ്, പേരൻസിൽ നിന്ന് കിട്ടുന്നതുമാണ്. ഈ കുട്ടികളിൽ അവരുടെ വളർച്ചക്കുറവ്, നേരത്തെ വളർച്ച പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഈ വളർച്ചക്കുറവിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൈറോയിഡിന്റെ ഡെഫിഷ്യൻസി ഉള്ളത്. അത് അവരുടെ വളർച്ച മാത്രം, ശാരീരിക വളർച്ച മാത്രമല്ല, മാനസിക വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ് തൈറോയ്ഡ്. അപ്പൊ ഇത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള പ്രയാസം, നമ്മൾ എത്രയോ മരുന്നുകൾ നമ്മൾ വളർച്ചയുടെ കാൽക്കേരിയോഫോസ്, നാട്രമ്യൂർ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ തൈറോയ്ഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ടത്, ഈ തൈറോയ്ഡ് ഉള്ള നമുക്ക് പ്രായമുള്ളവർക്കെല്ലാം എന്താ സംഭവിക്കുക, ഇതിന് കൂടെ കൊളസ്ട്രോൾ കൂടുതലുണ്ടാവും, വണ്ണം ഉണ്ടാവും, കൊളസ്ട്രോൾ വരുന്നുണ്ടാവും. ഇതെല്ലാം ഇതിന് ഡിപ്പെൻഡന്റ് ആണ്. കൊളസ്ട്രോൾ ഉണ്ട്, വണ്ണം ഉണ്ട്, അടുത്തത് പ്രഷറായി ഹാർട്ടായി, അത് കഴിഞ്ഞ് മുട്ടിന്റെ ആയി. ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം കൂടി ഇതിന്റെ എല്ലാം മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ കൊച്ചിലെ സമയത്ത് ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ പോലെ കൊച്ചിലെ നമ്മൾ കൊടുക്കുന്ന നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഒരു പക്ഷേ അവന്റെ ഭാവിയിലെ ഒരു വലിയൊരു അസുഖം തന്നെ തടയാൻ പറ്റുമായിരിക്കും. നമ്മൾ ചെയ്യുന്ന ചിലപ്പം വലിയൊരു, നമ്മളെ എന്താണ് ഈ ഫാർമസി കമ്പനികളുടെ വലിയ ദ്രോഹികളായി മാറ്റുമായിരിക്കും. കാരണം അവന്റെ ഒരു വലിയൊരു കുറെ നാളത്തെ കച്ചവടമാണ് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്നത്. കുട്ടികളെ കുറച്ചുകൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്ത് ഹെൽത്തി ആയിട്ട് ആക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സമൂഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും ഹോമിയോപ്പതി കൊണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. നന്ദി ധനേഷ് ഡോക്ടറെ. ധനേഷ് ഡോക്ടർ അല്ല, മനു ഡോക്ടറെ. മനു ഡോക്ടർ പറഞ്ഞ പോലെ കച്ചവടം പൂട്ടുമ്പോൾ അവർക്ക് വട്ടായി പോകുന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് ധനേഷ് ഡോക്ടറെ കൊച്ചുമോളെ വിളിക്കാം. ധനേഷ് ഡോക്ടറെ, ഉറക്കമായ നടന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരെ ഉറങ്ങാറില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ധനേഷ് ഡോക്ടറെ കേൾക്കാം ഡോക്ടറെ? കേൾക്കാം. ആ, ചോര കൺമുഴ നീർപ്പതപ്പിൽ നിഴലിടും അമ്പിളിക്കരയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി പതുങ്ങിലോ കൊളത്തുള്ളൊരാം ചിലക്കും വെച്ചില ചെല്ലത്തിലോ ഭൂമിയെ പാളമോടും അത്രയും വെച്ചില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ ചിരിയുടെ കുഞ്ചി കളിയാടി വളരി കളരി നീ നടന്നു പോതുമാ നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കൂ. ഇതെന്താ വരാത്ത? കൈവിരൽ പിടിക്കുവാൻ കൂടെ ആടി നീ ഡോക്ടറെ നെറ്റ് കുഴപ്പമാണല്ലോ ഡോക്ടറെ. നെറ്റ് കിട്ടുന്നില്ല ഡോക്ടറെ. ഓടിക്കുന്നത് കാറ്റിലേതും ആകാശ നക്ഷത്രങ്ങൾ ചൂടും
ഡോക്ടറെ നെറ്റ് പ്രോബ്ലം ഡോക്ടറെ, നമുക്ക് അടുത്തയാളിലേക്ക് പോകാം ഡോക്ടറെ. ഓക്കെ, നമുക്ക് ഭാഗ്യലക്ഷ്മി ഡോക്ടർ കൊച്ചുമോളുണ്ട്. നമുക്ക് കമല പാർവതി, കുമാരി കമല പാർവതിയെ ക്ഷണിക്കുന്നു. ഐശ്വര്യ പാടാൻ റെഡി ആയിക്കോ, നമ്മുടെ അദൃത് വിഷ്ണു പാടുമെങ്കിലും റെഡി ആയിക്കോണം. നമുക്ക് അത് ഹരിഹരൻ ഡോക്ടറെ അത് കഴിഞ്ഞ് പോവാം. പറയൂ, പാടുവോ? ഞാൻ മ്യൂസിക് ഇട്ടോട്ടെ എന്ന് പറഞ്ഞാൽ ട്യൂൺ ഇട്ടോട്ടെ. ചിലപ്പോ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഇടുവാണ്. ട്യൂൺ ഇട്ടാ പിടിക്കൂല മോളെ. കേൾക്കുന്നുണ്ടോ? ആ ഈ വോയിസ് കേൾക്കാം, പക്ഷെ ട്യൂൺ ഇത് കേൾക്കത്തില്ല. കേൾക്കുന്നുണ്ടോ? പാടിക്കോളൂ. കരോക്കെ എല്ലാം പാടാനൊക്കെ നല്ല മോളെ കരയൊക്കെ കേക്കത്തില്ല കേട്ടാ. കരയൊക്കെ भारत के सपने पूरे कर सकते थे उनके बच्चे ഒന്നും കേൾക്കുന്നില്ലല്ലോ. प्यारे बच्चों के प्यारे हम सबसे उनके वो है हमारे കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. കമല കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല. ഇല്ല ഇല്ല മോളെ, ഈ കരയൊക്കെ ഒന്നും കരോക്കെ ഇട്ടാ കിട്ടൂല. നല്ല വോക്കൽ മാത്രം മതി. കരയൊക്കെ ഇല്ലാതെ വോയിസ് ഓ ധിരന ധിരന ദില്ലില്ലാനാ ധിരന ധിരന ദില്ലില്ലാനാ ധിരന ധിരന ദില്ലില്ലാ നാനാ 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 नेहरू है प्यारे बच्चों के प्यारे हम सब है उनके वो है हमारे नव भारत के सपने पूरे कर सकते थे उनके बच्चे अपने मिले सौभाग्य हमारा मरकर भी हो गया अमर जो चाचा नेहरू सबका प्यारा नेहरू है न्यारे बच्चों के प्यारे हम सबके उनके वो है हमारे पानी सा 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 गरी नी धा धा मादा सा नी धा धन सा धन सा धन सा धीरना 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 बाल दिवस कुछ खास लाया है देखो जन्मदिन उनका आया है खुशियाँ मनाओ यारो तुम सारे उनका तो चूड़ीदार बच्चों पाजामा है भारत का पहला प्रधानमंत्री बना है प्यार से हम सब चाचा पुकारे नेहरू है प्यारे बच्चों के प्यारे हम सबके उनके वो है हमारे दुनिया सजी है कैसा उमंग है फूल गुलाब का उन्हें पसंद है
हर तरफ मस्ती का खूब नजारे, बच्चे ही जात उनके, बच्चे ही सच्चे हैं, बच्चे तो कैसे भी हो, बच्चे तो बच्चे हैं। बच्चे ही उनके रास बुलारे आया है, 14 नवंबर आया, अब तू भी कुछ गा रही है, तू भी कुछ गा रहे है, नेहरू है न्यारे बच्चों के प्यारे, हम सब है उनके, वो है हमारे, न भारत के सपने पूरे कर सकते थे, उनके बच्चे अपने मिले, सौभाग्य हमारा, मरकर भी हो गया अमर जो चाचा नेहरू सबका प्यारा, चाचा नेहरू सबका प्यारा। थैंक यू। ഹരിഹര സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ. സാറ് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നല്ലോ. ഇടയ്ക്ക് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നല്ലോ. ഇടയ്ക്ക് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തു. എന്താ വെച്ചാൽ ഇങ്ങനെ എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതലും വളരെ സന്തോഷമുള്ള ദിവസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കെല്ലാം ആശംസകൾ കൊടുക്കണം എന്നെനിക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പിന്നെ ഹാൻഡ് റൈസ് ചെയ്യാനായിട്ട് കാര്യം. അതായത് എനിക്ക് തോന്നിയിരിക്കുന്നത് മനോജെ, എന്താ അറിയാമോ, ഇന്ന് രണ്ട് കൂട്ടരാണ് ഏറ്റവും കൂടുതൽ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നത്. ഒന്ന് ഈ കുട്ടികൾ, രണ്ടാമത് ഓൾഡ് ഏജ് പേരൻസ്. ഈ രണ്ട് കൂട്ടരാണ് ഇവിടെ ഇന്നിപ്പം. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സാർ. അതായത് സ്നേഹം കിട്ടാതിരിക്കുക. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഈ സ്നേഹം കിട്ടാതെ വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഈ കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ സ്നേഹം കൊടുക്കാൻ സാധിക്കുന്നില്ല. അത് വലിയൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളൊക്കെ വയലന്റ് ആവുന്നതും ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വേറെ പല കാരണങ്ങളുണ്ട് ഇതിനകത്ത്. രാവിലെ അച്ഛനും അമ്മയും ജോലിക്ക് പോകും, ഈ കുട്ടിയെ ഗ്രാൻഡ് പേരൻസ് കൊണ്ട് ബസ്സിൽ കയറ്റി വിടും. അത് കഴിഞ്ഞ് തിരിച്ച് ഈ കുട്ടികൾ വരുമ്പോൾ അച്ഛനും അമ്മയും കാണില്ല. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും? അടുത്തുള്ള വീട്ടിലോ ഇല്ലെങ്കിൽ എനിക്കറിയാം കടത്തിണ്ണയില് അവിടെ നിന്നിരിക്കും ഈ കുട്ടികൾ. എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ്. നമുക്ക് വളരെ പ്രയാസം. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോടാണ്. എന്താന്ന് വെച്ചാൽ അവര് ഈ വാങ്ങിച്ചു കൊടുക്കുന്ന ഈ ചോക്ലേറ്റുകൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ രോഗികളാക്കും. ഈ റെസ്പിറേറ്ററി കംപ്ലൈൻസിനെ കുറിച്ച് ആ ഡോക്ടർ പറഞ്ഞില്ലേ, 100% ശരിയാണ്. അതായത് വേണ്ടാത്ത സാധനങ്ങളാണ് ഈ ഗ്രാൻഡ് പേരൻസ്, ഈ ഓൾഡ് ഏജ് പേരൻസ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്. വേറൊന്നിനുമല്ല, ഈ കുട്ടികളെ സന്തോഷിപ്പിക്കാനാണ്. പക്ഷെ അത് രോഗമായിട്ട് വരുന്നു എന്നുള്ള കാര്യം ഈ ആർക്കും അവർക്ക് അറിയാമായിരിക്കുമെങ്കിൽ പോലും അവര് ഈ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം വാങ്ങിച്ചു. ഈ ഐസ്ക്രീം, ചോക്ലേറ്റ് ആണ് ഏറ്റവും വലിയ വില്ലൻ. ആസ്മയുടെ, അതായത് ബ്രോങ്കൈറ്റിസിന്റെ ഒരു പ്രധാന വില്ലനാണ് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. എന്റെയൊക്കെ ഇന്ന് ഞാൻ കൈവെക്കാൻ ഒരു കാരണം അതാണ്. ഇന്ന് ഒരു വീട്ടമ്മ കുഞ്ഞിനെ കൊണ്ടുവന്നു. അപ്പൊ ആ കുഞ്ഞിനും ബ്രോങ്കൈറ്റിസ് ആണ്. അപ്പൊ ഞാൻ കേസൊക്കെ എടുത്ത് നോക്കിയിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ അസുഖം വരാൻ കാര്യം? നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ. അതായത് ഈ അംഗനവാടി എന്ന് പറയുന്ന ഒരു സൂത്രം, ഈ അംഗനവാടി എന്ന് പറയുന്ന അവിടെ ഈ ആയ എന്ന് പറയുന്നവര് ദിവസവും കുറച്ച് മുട്ടായി വാങ്ങിച്ചു. എന്തിനാന്നറിയാമോ? ഈ കുട്ടികൾക്ക്, കരയുന്ന കുട്ടികൾക്ക്, ഇല്ലെങ്കിൽ അവിടെ കൂടുതൽ വർത്തമാനം പറയുന്ന കുട്ടികൾക്ക് എല്ലാം ഈ ചോക്ലേറ്റ് വിതരണം ചെയ്യും. എന്നിട്ട് മൊബൈൽ ഓൺ ചെയ്ത് പാട്ടും വെച്ചു കൊടുക്കും. ഇതും തിന്ന് ഈ കുട്ടികൾ ഈ മൊബൈലിലെ പാട്ടും കേട്ട് ഡാൻസും കേട്ട് എന്നിട്ട് ഉച്ചയാകുമ്പോൾ ഉണ്ടല്ലോ ഇവര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഒറ്റ കുട്ടികളും കഴിക്കത്തില്ല.
എന്തൊരു പരിതാപകരമായ ആ വീട്ടമ്മ പറയുകയാണെങ്കില് ഞാന് ആ വീട്ടമ്മ ഒരിക്കല് ഈ അംഗനവാടി ചെന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോ അവര് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ കുട്ടിയെ വിടാൻ വയ്യെങ്കിൽ നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോകും. ഇത് ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അതുകൊണ്ട് എനിക്ക് ഈ നമ്മളെ എല്ലാവരുടെ ഈ ഇതിനെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരുടെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിന് ഒത്തിരി ശ്രദ്ധിക്കണം. അവർക്ക് സ്നേഹം കൊടുക്കണം. അവരെ കളിക്കാൻ വിടണം. ഇതെല്ലാം നമ്മൾ ചെയ്യണം. എന്നാലേ ഈ തലമുറയെ നമുക്ക് ആരോഗ്യകരമായിട്ട് വളർത്തി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ അവസരം തന്നതിന് ഞാൻ IFPHനോട് നന്ദിയുള്ളവനാവുന്നു. പിന്നെ ഡോക്ടർ മനോജിനോടും എനിക്ക് അവസരം തന്നതിനോട് ഉള്ള കടപ്പാട് ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ സങ്കടത്തോടു കൂടിയാണ് ഇന്നത്തെ ശിശുദിനത്തില് ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ വളരെ 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 ദുഃഖിതനാണ് ഞാൻ. എന്താന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാവി എങ്ങനെയായിരിക്കും, രീതിയിലായിരിക്കും. പ്ലാറ്റ്ഫോമിൽ അപ്പൂപ്പനമ്മമാരെല്ലാം ശ്രദ്ധിച്ചോളാം. ഹരിഹരൻ ഡോക്ടറുടെ വാക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഹൃദയത്തിൽ ഉൾപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് പരിപാടി അവസാനിക്കുന്ന സമയമായിരുന്നു. അദ്രിത് പാട്ട് പാടാൻ റെഡിയാണോ? പാട്ട് പാടുന്ന ആളാണോ അദ്രിത്? ഷൈല ഡോക്ടറെ കൊച്ചുമോനാണ്. നന്ദി പറയാനാണ് ഇരിക്കുന്നത്. അത് തന്നെ, പാട്ട് പാടുന്ന ആളാണ്. പാട്ട് പാടുവോ? പാട്ട് പാടാൻ റെഡി ആയിട്ടുണ്ടോന്ന് അറിയില്ല. ഇല്ല, പാടുന്ന ആളാണോ? ഇല്ല ഇല്ല ഇല്ല, ഇന്ന് പാടുന്നില്ല, ഇന്ന് പാടുന്നില്ല. ഓ ശരി, ആയിക്കോട്ടെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. മറ്റേ ഐശ്വര്യ ഉണ്ടോ? പോയി എല്ലാരും അല്ലെ കുട്ടികളുടെ പിള്ളേർക്ക് വേണ്ടി ആരെങ്കിലും പാടാനുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു അവസരം കൊടുത്താൽ മതി സാർ. ഇനി അപ്പൂപ്പനെ ഹനയൻ ഡോക്ടറിനെ പാടേണ്ടി വരും മിക്കവാറും. നമുക്ക് വൈകിട്ട് ഡോക്ടർ കുട്ടികൾക്ക് വേണ്ടി 2 മിനിറ്റ് നേരത്തെ നിർത്താം, കുഴപ്പമില്ല. നമുക്ക് ഈ പരിപാടി ഔചാര്യം നന്ദി പറയാനായിട്ട് അദ്രിത് ജി വിഷ്ണുവിനെ ക്ഷണിക്കുന്നു. മോനെ അൺമ്യൂട്ട് ചെയ്യോ? ആ ശരി. മനോഹരമായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷന ഉദ്ഘാടനത്തിന്റെ മുഖ്യ പ്രഭാഷകൻ മറ്റ് വിശിഷ്ട അതിഥികളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ മീറ്റിന്റെ കർത്തവ്യം എന്നത് നന്ദി പറയുക എന്നാണ്. ആദ്യമായി ശിശുദിനത്തിന്റെ ഭാഗമായി IFPH നടത്തിയ ഈ പരിപാടിയുടെ ആദ്യ പദം അലങ്കരിച്ച ഡോക്ടർ മനോജ് അങ്കിളിനും നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകനായ മാസ്റ്റർ റഹൻ നൗഫലിന് എന്റെ പേരിലും IFPHന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന വിഷയങ്ങൾ പ്രഭാഷണം നടത്തിയ ഡോക്ടർ മനു വർഗീസ് എന്റെ പേരിലും IFPHന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. താങ്ക് യു. വളരെ നന്ദി. എന്തായാലും നമ്മുടെ പരിപാടി വളരെ സുഗമമായിട്ടും ദൈവം സഹായിച്ച് വേറെ
നുഴഞ്ഞുകയറ്റക്കാരും ഉണ്ടായാലും അതിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യം പതിവ് പോലെ പ്രത്യേകിച്ച് കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടാകുമ്പോൾ ദൈവസഹായത്തിൽ എല്ലാം ഭംഗിയോടെ നടന്നു. ഹരിഹരൻ സാറും സംസാരിച്ച് വളരെ നന്ദിയുണ്ട്. അതുപോലെ ജെയിംസ് പോൾ സാറും ഈ സമയത്തും ഇതിനായിട്ട് കാത്തിരുന്നു. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ശുഭരാത്രി നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം.